ശരത്തെ കഴിഞ്ഞ ദിവസം PV അൻവർ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും അയാളുടെ കരച്ചിൽ നാടകം, പൊറാട്ട് നാടകം അയാൾ നടത്തിയതും തനിക്ക് തുണി തേക്കാൻ 60 രൂപ പോലും എടുക്കാനില്ലെന്നും തൻ്റെ സ്റ്റാഫിന് പൈസ കൊടുക്കാനില്ല എന്നും തനിക്ക് പണ്ട് കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നു, ഇപ്പം അക്കൗണ്ടിൽ 5 പൈസ എടുക്കാനില്ലെന്ന് പറഞ്ഞ PV അൻവർ ഇവിടെ ഒരു പാപ്പർ കാർഡ് ഇറക്കി ആളുകളുടെ അടുത്തുനിന്ന് സിമ്പതി പിടിച്ചു പറ്റാൻ ശ്രമിച്ചിരുന്നു. അത് അന്നേ നമ്മൾ പറഞ്ഞിരുന്നു, ഇയാൾ സിമ്പതിക്ക് വേണ്ടിയാണ്, എനിക്കൊന്ന് ശരത്ത് തന്നെയാണ് പറഞ്ഞത് പാപ്പർ കാർഡാണ് എന്ന് ടൈം കോയിൻ ചെയ്തതിന്. എക്സാക്ട്ലി അത് തന്നെയാണ് നമുക്ക് അറിയാൻ വരുന്നു. നമ്മളത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് എന്തായാലും സ്വത്ത് വിവരങ്ങൾ കൊടുക്കണം എന്നുള്ളത് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ്. അതിനകത്ത് എന്തായാലും കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് പിന്നെ മത്സരിക്കാനുള്ള അയോഗ്യനാക്കപ്പെടും. ഇന്നലെ PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. ഇന്ന് ഈ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. 52.21 കോടി രൂപയുടെ ആസ്തിയുള്ളൊരു മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം 60 രൂപ എടുക്കാനില്ല എന്ന് നുണ പറഞ്ഞത്. PV അൻവറുടെ അടുത്തുനിന്ന് നമുക്ക് എൻ്റെ സത്യസന്ധത പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. വാ തുറന്നാൽ നുണയും, വാ തുറന്നാൽ മറ്റുള്ളവരെ ഭത്സിക്കലും, യാതൊരു നയവും നിലപാടുമില്ലാത്ത അയാളെ ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് പറയാൻ പോലും വ്യക്തിപരമായി ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് PV അൻവർ. ഇയാൾക്ക് 20 കോടി രൂപ ബാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് 2 ഭാര്യമാരിലായി, വീണ്ടും ഒരു 10 കോടി രൂപയുടെ ആസ്തിയുണ്ട്, കയ്യിൽ 25,000 രൂപയുണ്ട്, പിന്നെ മറ്റ് ബിസിനസ് കാര്യങ്ങളെല്ലാം 18 കോടി രൂപ വേറെയുമുണ്ട്. എന്താണ് ശരത്തെ ഈ PV അൻവറിന്റെ ഈ നുണനാടകങ്ങളൊക്കെ കണ്ട് അന്ന് ഇതെല്ലാം വലിയ ബ്രേക്കിംഗ് ആയി കൊടുക്കുന്നുണ്ടായിരുന്നു പല മാധ്യമങ്ങളും. നമ്മൾ അന്നേ PV അൻവർ ഇതിനപ്പുറം ചാടിയവനാണ് PV അൻവർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ പാപ്പർ കാർഡ് കീറിയിരിക്കുകയാണ് PV അൻവറിന്റെ. മാത്രമല്ല ഇന്ന് 2 നോമിനേഷനാണ് PV അൻവർ കൊടുത്തത്. ഒന്ന് തൃണമൂലിന്റെ ഇതായിട്ടും മറ്റൊന്ന് സ്വതന്ത്രനായിട്ടും. പക്ഷെ തൃണമൂലിൽ PV അൻവറിനെ പിഴച്ചു. ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ബംഗാളിലെ ഒരു സംസ്ഥാന പാർട്ടിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനിവിടെ മത്സരിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. അവിടെയും ആളുകളെ പറ്റിച്ചു. പ്രതിരോധ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി ഉണ്ടാക്കി ആം ആദ്മി പാർട്ടി ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ സ്വതന്ത്രനായ അൻവറിന് ഇപ്പം ആം ആദ്മി പിൻബലം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവർ പിൻബലം മതി. ഇങ്ങനെ പിൻബലം കൊടുത്താലൊന്നും അൻവർ ജയിക്കാൻ പോകുന്നില്ല, പക്ഷെ അതും പിൻവലിക്കും. മൊത്തത്തിൽ PV അൻവറിന്റെ ചീട്ട് കീറിയോ എല്ലാ അവസ്ഥയാണെന്നാണ് തോന്നുന്നത്. അതായത് എപ്പോഴും ഉള്ളതാണ് ഈ ഒരു പാപ്പർ കാർഡ് ഇറക്കി കഴിഞ്ഞാൽ രക്ഷ നേടാന്നുള്ള രീതിയിൽ. അദ്ദേഹം അന്ന് പറഞ്ഞ എന്താ കാര്യം, അൻവർക്ക മത്സരിക്കുമെങ്കിൽ ഞങ്ങളൊക്കെ പൈസ കൊണ്ട് തരാം എന്ന രീതിയിൽ ആൾക്കാർ വരുന്നു. രഹസ്യമായിട്ട് ആരൊക്കെയോ ഫോൺ ചെയ്യുന്നു, മത്സരിച്ചേ മതിയാകൂ എന്ന് പറയുന്നത്, നിലമ്പൂരിന്റെ കെട്ടിവെക്കാനുള്ള കാശ്, നിലമ്പൂരിന്റെ രക്ഷകനാവൂ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ അൻവർ കൃത്യമായിട്ട് നോക്കിയത് നമുക്കറിയാം 2 വലിയ മുന്നണികളാണ് കേരളത്തിലെ, ഇടതുപക്ഷവും അതുപോലെ തന്നെ ഇടതുപക്ഷം നേരിട്ട് തന്നെ ഇറങ്ങുന്നുണ്ട്, UDF-ഉം അതുപോലെ തന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവരെ ബാക്ക് ബോണായിട്ട് അവർ 2 വലിയ പാർട്ടി. ഇപ്പോൾ താൻ ഇതിനകത്ത് ഒന്നുമല്ല എന്ന് പറയാതെ പറയുകയാണ്. ഇവിടെ ഇനി നാളെ ഒരു കാലത്ത് അൻവറിനെ അറിയായിരിക്കും ജയിക്കാൻ പോകുന്നില്ല എങ്കിൽ നാളെ ഇത് വെച്ചായിരിക്കും അൻവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ആരെയും പിൻബലമില്ലായിരുന്നു, എനിക്ക് ആരും പൈസ ഒന്നും സഹായിച്ചില്ലായിരുന്നു, ഞാൻ എൻ്റെ രീതിയിലാണ് ഇത് ചെയ്തത്, എനിക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു, ഞാൻ സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞ് അതെ അങ്ങനെയൊക്കെ സിനിമയുണ്ടല്ലോ വേദനിക്കുന്ന കൊടി, ആ രീതിയിലേക്ക് വരാമെന്ന് നോക്കിയതാണ്. പക്ഷെ നടന്നില്ല. മാത്രമല്ല അൻവറിന്റെ നമ്മൾ കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയാൽ അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അദ്ദേഹം ആഫ്രിക്കയിലടക്കം ബിസിനസ് ഉണ്ടായിരുന്നു. അവിടെയും കുറെ കോമഡിയാണ്. അത് വായിക്കാൻ നല്ല രസമാണ്. കാരണം അൻവറിന്റെ ഒരു സത്യം പറയാം മുകേഷ് കഥകൾ എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിന്റെ ഒരു കഥയുണ്ട്. അതേപോലെ അൻവർ കഥകൾ എന്ന് പറഞ്ഞാൽ ഇറക്കിയൊക്കെ നല്ല രസമായിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ജീവിതം, അതിന്റെ പുറമേയുള്ള ജീവിതമൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ എന്താ പറയാനാണ് പക്വത ഇല്ലായ്മയുള്ള ഒരു എടുത്തുചാട്ടങ്ങളുണ്ടല്ലോ, അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു സിനിമയുടെ ഒരു കോമഡി ഇതിനു വേണ്ടി കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അൻവർ എന്താണ് പുള്ളി നടത്തുന്നത്, നമ്മളെ മുമ്പിൽ ലിബ്യൻ ആയിക്കൊണ്ട് ഒരു വശത്ത് നിന്ന് ആളുകളെ കയ്യിലെടുക്കുന്നു മനസ്സിലാവുന്നില്ല. അല്ല, എനിക്ക് അതാണ് പറയുന്നത്, മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, പാപ്പർ കാർഡ് അല്ലെങ്കിൽ ഒരു ഗതിയില്ലാത്തവരെന്ന രീതിയിൽ സ്വയം തന്നെ ഒന്ന് അഡ്രസ്സ് ചെയ്തിട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു ഇടം അവിടെ എന്ത് കാണിക്കാനാണ്? ഇപ്പൊ സിറ്റിംഗ് MLA പോലും അല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ എന്തൊക്കെയോ ഗിമ്മിക്സുകൾ കാണിക്കും. അൻവർ ഗിമ്മിക്സ് എന്ന് തന്നെ പറയണം. അത് സത്യം പറഞ്ഞത് എങ്ങനെയാണെന്നില്ല എനിക്ക് മനസ്സിലായി. അൻവർ സേഫ് സോണിലാണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് PV അൻവറിന് ഇവിടെ 2 തരത്തിൽ സാധ്യതകളുണ്ട്. ഒന്ന്, ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം അൻവർ വോട്ട് പിടിച്ച് കുറച്ചാൽ അയാൾക്ക് തിരിച്ച് LDF-ലേക്ക് പോകാനായിട്ടും, അല്ലെങ്കിൽ അത് പറഞ്ഞ് അടുത്ത കാർഡ് ഇറക്കാം. ഇനി അല്ല, ആര്യാടൻ ഷൗക്കത്ത് തോറ്റാലും അത് അൻവറിന്റെ ക്രെഡിറ്റിലേക്ക് പോകും. കാരണം കഴിഞ്ഞ 2 വർഷത്തെ തെരഞ്ഞെടുപ്പിലും LDF-ന് മാത്രമായി നിലമ്പൂരിൽ വോട്ട് കിട്ടിയിട്ടില്ല. PV അൻവർ എന്ന് പറഞ്ഞ ഒരാളുടെ സ്വാധീനം
ഉറപ്പായും അയാൾ ഇറക്കിയ പൈസ, ഇതെല്ലാം അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളായിരുന്നു. അപ്പൊ ആര്യടൻ ഇതിനകത്ത് വേറൊരു പ്രധാന പ്രശ്നം, ഇപ്പൊ പിണറായിസം ചർച്ച ചെയ്യപ്പെടുന്നില്ല ശരത്. ഇതിനകത്ത് ഇപ്പോൾ അൻവറിസമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അൻവർ കറിവേപ്പില ആയാലും അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞാലും ഭരണനേട്ടം സംസാരിക്കാൻ വന്ന ഇടതുപക്ഷവും പിണറായിസത്തിനെതിരെ സംസാരിക്കാൻ വന്ന UDF പാളയവും എല്ലാം ഇപ്പൊ സംസാരിക്കുന്ന PV അൻവറിനെ കുറിച്ച് ആയിപ്പോയി എന്നുള്ളതാണ്. പിണറായിസത്തിനെതിരെയാണ് താൻ നിലനിൽക്കുന്നതെന്ന് PV അൻവർ പറയുമ്പോഴും അൻവർ ഇപ്പോൾ സംസാരിക്കുന്നത് UDF-നെതിരെ, അതായത് സതീശനിസത്തിനെതിരെയാണ് അൻവർ ഇപ്പൊ സംസാരിച്ചു. അതായത് ഇവരുടെ ടാർഗറ്റ് തന്നെ മാറിപ്പോയില്ലേ. ഇപ്പൊ ഒരു ത്രികോണം പോരെന്ന് തന്നെ കൃത്യമായിട്ട് പറയാം. അതിനകത്ത് അതിന്റെ ഇടയിൽ കൂടെയാണ് മറ്റേ എന്താ പറയുക എരുതിയിൽ എണ്ണ വയ്ക്കുക എന്നുള്ള രീതി പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കടന്നു വരവ്. അത് വലിയൊരു ഇമേജ്, കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം കൂടി ആയി പോയെന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെ, പക്ഷെ ആ ഒരു കാര്യത്തിലേക്ക് ഇനി രാഹുലിന്റെ സ്വമേധയെ തോന്നിയിട്ടോ അതോ ആരെങ്കിലും ഏൽപ്പിച്ചോ, അത് ഇവിടെ പാർട്ടിയുടെ അവരുടെ രഹസ്യങ്ങളായിരിക്കും. അതൊക്കെ ശരി തന്നെയാണ്. രാഹുൽ എന്തായാലും ചെയ്തതോടുകൂടി കൂടുതൽ അവിടെ അൻവർ ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ കൂടുതൽ സ്വീകാര്യൻ എന്ന് പറയുമ്പോൾ പേര് അവിടെ കടന്നു വരുന്നുണ്ട്. കുറച്ചുകൂടി അൻവർ എന്ന പേര് അൻവറിനെ ചുറ്റിപ്പറ്റിയാണ് നെഗറ്റീവ് ആയാൽ പോലും അൻവർ എന്ന പേരുണ്ട്. ഇയാൾക്ക് എന്തൊരു ധാർമ്മികത ഉണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇയാൾ എന്താണ് അവിടെ നിന്നും രാജിവെച്ചത് കൊണ്ടാണ് നിലമ്പൂർ സീറ്റിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കോടികളുടെ ചെലവ് നമ്മുടെ ഖജനാവിൽ നിന്നും നമ്മുടെ നികുതി പണത്തിൽ നിന്നെടുത്ത് പോകുന്നത്. PV അൻവറിനെതിരെ അവർ മത്സരിക്കുന്നതൊക്കെ അയാൾക്ക് സമ്മതിദാനാവകാശമുണ്ട്, ഇയാൾക്ക് മത്സരിക്കാം, അതിനൊക്കെ ഉണ്ട്. പക്ഷേ ധാർമ്മികമായി ഈ സ്ഥാനത്ത്, നിലമ്പൂർ പോലെ ഒരു സ്ഥലത്ത് വോട്ട് പിടിക്കാൻ ഈ PV അൻവറിന് ഒരു 10 വോട്ടെങ്കിലും കിട്ടിയാൽ, അധികമായി കിട്ടിയാലും കുറഞ്ഞു കിട്ടിയാലും ഉണ്ടെങ്കിൽ ആ ജനാധിപത്യ സിസ്റ്റത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. മനസ്സിലായോ? ഇത് എന്തൊരു ജനാധിപത്യമാണത്. PV അൻവർ തന്നെ രാജിവെക്കുന്നു. എന്താണ് പിണറായിയോടുള്ള പ്രശ്നം ആർക്കറിയാം? പിണറായിസത്തിനെതിരെ മരുമോനസത്തിനെതിരെയെന്ന് പറഞ്ഞു അഴിഞ്ഞാടാൻ PV അൻവറിനെ LDF വിട്ടില്ല. അപ്പോൾ PV അൻവർ അതിനകത്തുനിന്ന് ചാടി. കാര്യം പിണറായി വിജയനേക്കാൾ വലുതായി ഒരാൾ വളർന്നതിന് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് വെട്ടി. അല്ലാതെ എന്താണ് ഇയാൾക്ക് പറയാനുള്ളത്? എന്താണ് PV അൻവറിന് പറയാനുള്ളത്? അത് നമുക്കറിയില്ല. UDF-ലേക്ക് വന്ന് നോക്കൂ. ഇപ്പോൾ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ VD സതീശന്റെയോ ഷാഫി പറമ്പലിന്റെയോ സമ്മതമില്ലാതെ PV അൻവറിനെ കാണാൻ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല ഇന്നലെ അവിടെ UDF-ന്റെ ഇലക്ഷൻ കൺവെൻഷന്റെ സമയത്ത് ലീഗ് നേതാക്കൾ ആരും തന്നെ, തങ്ങൾമാർ പ്രത്യേകിച്ച് തങ്ങൾമാർ ആരും തന്നെ വരുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ UDF-നുള്ളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാനും PV അൻവറിന് സാധിച്ചിരിക്കുന്നു. അതൊരു വല്ലാത്ത ഒരു പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് PV അൻവർ എന്ന് പറഞ്ഞ അച്യുതന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി അത് തീരുകയില്ല എന്നാണ് പറഞ്ഞത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിന് മുമ്പേ തന്നെ അൻവർ ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന് ഒരു പ്രധാന മുന്നണിയിൽ കയറി പറ്റിയേ മതിയാകൂ. കാരണം ഇനി അങ്ങോട്ട് അങ്ങനെ നിന്നിട്ട് നിലനിൽപ്പ് ഒറ്റയ്ക്കൊരു പോരാട്ടം. എന്തായാലും ഈ ഒരു റിസൾട്ട് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ PV അൻവർ ജയിക്കുമെന്നൊന്നും പറയില്ല, പക്ഷെ വോട്ടുകൾ നേടുമായിരിക്കും. പക്ഷേ അത്ഭുതങ്ങൾ സംഭവിച്ച് തോൽക്കുക തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ അൻവർ ഭാവിയും കൂടെ നോക്കുന്ന ഒരാൾ കൂടിയായിരിക്കും, രാഷ്ട്രീയ ഭാവി. മാത്രമല്ല തൃണമൂലിനെ ഈ ഒരു തൻ്റെ കൈ പിടിച്ച് എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കുക എന്നുള്ളൊരു ധർമ്മം കൂടിയുണ്ട്. അതുവഴി എന്തെങ്കിലും സാമ്പത്തിക നേട്ടം വല്ല കിട്ടുമായിരിക്കും. ദേശീയ തലത്തിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൂടി ലക്ഷ്യമിട്ടായിരിക്കും അങ്ങനെ നോക്കുന്നത്. എന്തായാലും ലക്ഷ്യങ്ങൾ എന്തായാലും അൻവറിന് മുന്നിലുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് കേരള ജനത ഒന്ന് അരങ്ങി ചിന്തിച്ചില്ലെങ്കിൽ വലിയ, കാരണം ഈ നേരത്തെ പറയുന്നത് അൻവറിനെ പോലെ ഒരാൾ നമ്മൾ അർഹിക്കുന്ന ഒരാളല്ല. രാഷ്ട്രീയം അദ്ദേഹത്തിന് പറ്റിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അദ്ദേഹം ഒരു പക്ക ബിസിനസ് മാനാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ രാഷ്ട്രീയ പറഞ്ഞ് എന്താണ് അൻവറിന്റെ രാഷ്ട്രീയ നിലപാട് അറിയില്ല. അൻവർ എന്തിനാണ് സംസാരിക്കുന്നത്? അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് സോഷ്യലിസമാണോ അതോ ജനാധിപത്യമാണോ അതോ എന്താണ് ഐഡിയോളജി? എന്താണ് ഈ സമൂഹത്തിൽ അൻവറിന്റെ റോൾ? അൻവർ ഏത് പൊസിഷനാണ് ഓരോ രാഷ്ട്രീയ വിഷയങ്ങളിലും എടുക്കുന്നത്? അൻവർ രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത്. നിലമ്പൂരിൽ കവലയിൽ കൊണ്ടുപോയി ഞാൻ TV വെച്ചിട്ട് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഉടായ്പകളെല്ലാം കാണിക്കും, ഭീഷണി. ഞാൻ LDF-നെ തുറന്നു കാട്ടും, ഭീഷണിയുടെ രാഷ്ട്രീയമാണ് അൻവർ പറയുന്നത്. അല്ലാതെ അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞുകൊണ്ടോ ഇദ്ദേഹത്തിന് വോട്ട് പിടിക്കാം, ഇനി പോട്ടെ ഇലക്ഷൻ. കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂർ ഭരിക്കുന്ന MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാമല്ലോ. ഇതൊന്നുമല്ല സംസാരിക്കുന്നത്. ഭീഷണിയുടെ രാഷ്ട്രീയം പറഞ്ഞ് എന്നെ നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നുകളയും, അല്ല ഞാൻ നിങ്ങളെ തട്ടിക്കളയും, മുകേഷ് പറഞ്ഞതുപോലെ അടിച്ച് പിരുത്ത് കളയും. അല്ല, അയാൾ പറയുന്ന കാര്യത്തിനൊന്ന് ആലോചിച്ച് നോക്കുക. എന്നെ ആരും സഹായിച്ചില്ല എന്നാണ് പറയുന്നത്. അത് തന്നെ നോക്കി നോക്കുക എന്തൊരു സെൽഫിഷ് ആണെന്ന്. അതായത് പുള്ളിയുടെ കാര്യങ്ങളൊന്നും നടപ്പാക്കിയില്ല. അദ്ദേഹത്തിന്റെ ഒരുപാട് അഴിമതി കഥകളൊക്കെ വന്നിട്ടുള്ളതാണ്. മാത്രമല്ല വിദേശത്തും സ്വദേശത്തുമായുള്ള ഇപ്പൊ കണക്കില്ലാത്ത രീതിയിലുള്ള ഫണ്ടിങ്ങുകളെല്ലാം തന്നെ ചോദ്യം ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് ഇടതുപക്ഷം നിന്നില്ല, അല്ലെങ്കിൽ പിണറായി നിന്നില്ല. മാത്രമല്ല പിണറായി അതിനെതിരെ ചോദ്യം ചെയ്തു. അതോടെ തീരും. അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം അതോടെ തീർന്നെന്ന് വിചാരിച്ചതാണ്. പക്ഷെ
വീണ്ടും അതിനു വേണ്ടി UDF-നോടെ കാല് പിടിക്കുന്നു, പക്ഷെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നു, അവിടെ ഒരു ഇത് കൊടുക്കുന്നില്ല. ഇങ്ങനെ മാറിയിരിക്കുന്ന കഴിഞ്ഞ ഈ ഒരു 9 വർഷം 10 വർഷത്തിന്റെ കാലം എത്ര രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹം മാറിയെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒന്നും വേണ്ട, അവസാനത്തെ ഒരു 3-4 മാസത്തെ നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി എവിടെയൊക്കെ ഇപ്പം എന്ത് പറയാനാണ് എവിടെയെങ്കിലും വലിഞ്ഞുകയറി ചെല്ലുക എന്നുള്ള രീതിയിൽ അതിലൂടെ പോകുന്നു. ഇവിടെയാണ് മനുഷ്യ പറയുന്നത് ഇവിടെ ഒരു ഐഡിയോളജിയിലൊക്കെ നമ്മൾ സത്യം പറയാൻ നമ്മളൊക്കെ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമുക്ക് നടത്താൻ പോകുന്ന മാറ്റങ്ങൾ, നിലമ്പൂരുകാർക്ക് അൻവറിനെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി, ഇതെല്ലാം ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ഒരു സമയത്ത് കൂടി. അതുപോലെ തന്നെ ഈ ബാധ്യതകളൊക്കെ ഒരുക്കി എത്ര രൂപയുടെ നഷ്ടമാണ് വരാൻ പോകുന്നത് ആ പ്രദേശം മൊത്തം. ഞാൻ നിലമ്പൂരെ ആട്ടി ഓടിക്കണം ഈ അൻവറിനെ എന്നുള്ളതാണ്. ഇവർ കാരണം ഒരു ഭരണ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഒരു സ്തംഭനം വന്നില്ലേ അവിടെ. കുറെ നാളുള്ളവർക്ക് MLA ഇല്ല, അവരുടെ ഏത് ആവശ്യങ്ങളാണ്. നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഇനി അങ്ങോട്ട് പോകും, ഇനി ഇതിനെ പറയില്ല. അപ്പം നമുക്കിനി സമയമില്ല. എന്തായാലും ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് പറയാം, മുഖ്യമന്ത്രി ആയാലും എല്ലാവരും ആയാലും അവരുടെ പാർട്ടി ജയിക്കണമെന്ന് വിചാരിച്ചാൽ അവിടെ പോകും. അപ്പോഴത്തേക്കും നമ്മുടെ കേരളം ഒരുവിധം അവതാളത്തിലാവുന്ന അവസ്ഥയിൽ, പ്രത്യേകിച്ച് മഴയൊക്കെ വന്ന് അതിനകത്ത് കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഓൾറെഡി നമുക്കുണ്ട്. ഇതൊന്നും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ പാർട്ടി സമ്മേളനം അല്ലെങ്കിൽ ഇതുപോലെ ഇതൊന്നും നോക്കണമെങ്കിൽ അവരുടെ കാര്യം നോക്കി പോകും. എന്തായാലും ഇത് ബുദ്ധിമുട്ട് തന്നെയാണ്. അൻവർ ശരത്ത് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. അതായത് PV അൻവർ എന്ന് പറയുന്ന ഒരാൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അനാവശ്യമായ ഒരു നേതാവായി സ്വയം വന്നതാണ്. PV അൻവറിന്റെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന PV അൻവറിന്റെ പുതിയ കാര്യമൊന്നുമില്ല. ഓരോ പാളയം മാറുന്നതൊക്കെ PV അൻവർ. പക്ഷേ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ കേരളം ഈ ഘട്ടത്തിലെങ്കിലും PV അൻവറിനെ വിലയിരുത്തുകയും PV അൻവർ ആരാണെന്ന് തിരിച്ചറിയുകയും PV അൻവറിന് രാഷ്ട്രീയമല്ല, PV അൻവറിന്റെ രാഷ്ട്രീയം ഒരിക്കലും ഭൂഷണമല്ലെന്നും ഫോൺ റെക്കോർഡുകൾ റെക്കോർഡ് ചെയ്യുകയും മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇയാളെ കാണാൻ പോകുമ്പോൾ അവിടുത്തെ വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെയുള്ളൊരു കടന്നൽ കൂട്ടത്തെ ഇളക്കി വിടുന്ന PV അൻവർ സത്യത്തിൽ രാഷ്ട്രീയ കേരളം കൃത്യമായ മറുപടി നൽകണം. ഞാൻ പറഞ്ഞത് അവർക്കൊരു അവസരം വന്നിരിക്കുകയാണ്. നിലമ്പൂർ ജനതയ്ക്ക് PV അൻവറിനോടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ രാഷ്ട്രീയ കേരളം ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. ഈ അവസരം വിനിയോഗിച്ച് സമ്പൂജ്യരായി PV അൻവറിനെ വിട്ടാൽ നിലമ്പൂർ ജനതയ്ക്ക് 100-ൽ 100 മാർക്ക് കൊടുക്കാം.